Viewpoint. ചോദ്യം ഇതാണ്: ആർക്കാണ് കേരളത്തിൽ കലാപം വേണ്ടത്? ആർക്കാണ് ജനങ്ങളിവിടെ സമാധാനമായി ജീവിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തത്? കുറച്ചുകാലമായി വളരെ ഭീകരമായ അവസ്ഥകളെയാണ് കേരളം അഭിമുഖീകരിക്കുന്നത് എന്ന കാര്യം പറയാതെ വയ്യ. സ്പർദ്ധ വളർത്തുന്ന കാര്യങ്ങൾ മനഃപൂർവ്വം സൃഷ്ടിക്കുക, സമൂഹ മാധ്യമങ്ങളെ വിഷം പടർത്താനുള്ള ഇടമാക്കി മാറ്റുക. പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്: ഇതെല്ലാം എന്തിനാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്കുണ്ട്. നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ദയവ് ചെയ്തിവിടം കലാപ ഭൂമിയാക്കരുത്. കഴിഞ്ഞ ദിവസം മലപ്പുറം പൂക്കോട്ടുംപാടം വില്വത്ത് മഹാക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർത്ത ദാരുണ സംഭവവും തുടർന്ന് സമൂഹമാധ്യമങ്ങളിൽ പടരാൻ തുടങ്ങിയ വിദ്വേഷവും ശ്രദ്ധയിൽപ്പെട്ടതാണ് ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരണയായത്. അഖില ഭാരതീയ കോലി സമാജത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തൃക്കുന്നപ്പുഴയുടെ ഫേസ്ബുക്ക് ഐഡിയിൽ അദ്ദേഹം പറഞ്ഞത് തെക്കൻ കേരളത്തിൽ ഹൈന്ദവർ അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കാൻ സന്നദ്ധരാവുക എന്നാണ്. മലപ്പുറത്തെ സംഭവത്തിൽ നാട്ടുകാരും പോലീസും ഉണർന്ന് പ്രവർത്തിച്ചത് പെട്ടെന്ന് തന്നെ അക്രമിയെ പിടികൂടാൻ സഹായിച്ചു. തുടർന്ന് ഉണ്ണികൃഷ്ണൻ തൃക്കുന്നപ്പുഴയടക്കമുള്ള മഹാന്മാർ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയാണ് ഉണ്ടായത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദി ഹർത്താൽ ആചരിച്ചിരുന്നു. MLA PV അൻവർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അലങ്കോലപ്പെട്ടു. സംഭവസ്ഥലത്തെത്തിയ ആര്യടൻ മുഹമ്മദിനെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തടയുകയും ചെയ്തു. ബിംബാരാധനയ്ക്കും ഹിന്ദുമതത്തിലെ അനാചാരത്തിനും താൻ എതിരാണ് എന്നായിരുന്നു ഇവിടെ പിടിയിലായ മോഹൻദാസ് പോലീസിനോട് പറഞ്ഞത്. ഈ ക്രിമിനൽ പിടിയിലാവാൻ അല്പം വൈകിയിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ തൃക്കുന്നപ്പുഴയുടെ പോലുള്ള എത്ര വിഷലിപ്തമായ പോസ്റ്റുകളെ കൊണ്ട് ഫേസ്ബുക്കും വാട്സാപ്പും നിറഞ്ഞേനെ, എത്ര ഹർത്താലുകൾ നടന്നേനെ. ഇവിടെ വ്യൂ പോയിന്റിന് ചോദിക്കാനുള്ളത് ഇതാണ്: ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തരത്തിലുള്ള നിങ്ങളുടെ വാക്കുകേട്ട് ആരെങ്കിലും എന്തെങ്കിലും അവിവേകത്തിന് മുതിർന്നിരുന്നെങ്കിൽ, ഒരു കലാപം പടർന്നാൽ ജീവനുകൾ നഷ്ടപ്പെട്ടാൽ ആര് സമാധാനം പറയും? ചിന്തിച്ചിട്ടുണ്ടോ വർഗീയ കോമരങ്ങളെ നിങ്ങൾ? പക്ഷേ പ്രശ്നമതല്ല. കേരളത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ചെറിയ സംഭവങ്ങൾ സൃഷ്ടിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ അസത്യ പ്രചരണം നടത്തുകയും ചെയ്യുന്നത് വർദ്ധിച്ചു വരികയാണ്. പാടില്ല. എതിർക്കണം, ഒറ്റപ്പെടുത്തണം ഇത്തരത്തിലുള്ള വിഷസർപ്പങ്ങളെ. നമ്മൾ ഊറ്റം കൊള്ളുന്ന അഭിമാനത്തോടെ മറ്റുള്ളവരോട് പറയുന്ന ഈ നാടിന്റെ മതേതരത്വം തകർക്കാൻ ആര് ശ്രമിച്ചാലും ഒറ്റക്കെട്ടായി എതിർക്കാൻ നമ്മൾ മലയാളികൾ കാണിക്കുന്ന ആത്മാർത്ഥത എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമാധാനപരമായ ജീവിതത്തിന് കേരളം മാതൃകയാകുന്നതും. അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ പടരാവുന്ന ഇത്തരം സംഭവങ്ങളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നവരെ തടയേണ്ടത് അത്യാവശ്യമാണ്, അതിനി എത്ര വലിയ കൊമ്പനായാലും. നാളെയും ഈ മലയാള നാട്ടിൽ ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം. അതാണ് പ്രധാനമെന്നത് മറക്കരുത്. അരുൺ പാറാട്ട്, ഏഷ്യാനെറ്റ് റേഡിയോ. Viewpoint.